Please subscribe. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഫലൂദ ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിന്ന് ഫലൂദ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് റോയൽ ഫലൂദ എങ്ങനെ നമ്മുടെ വീട്ടിൽ കുറഞ്ഞ ചെലവിൽ നമുക്ക് ഉണ്ടാക്കാമെന്നാണ്. നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. സാബൂൻ അരി 2 ടേബിൾ സ്പൂൺ, ബ്ലാക്ക് കസ്കസ് 1 ടേബിൾ സ്പൂൺ, മിൽക്ക് 1.5 ഗ്ലാസ്, സ്ട്രോബെറി സിറപ്പ്, സേമിയം 1 പാക്കറ്റ്, കാഷ്യൂനട്ട്. ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് നിങ്ങൾക്ക് എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫലൂദൻ്റെ ലെയർ തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1.5 ഗ്ലാസ് പാലൊഴിച്ച് തിളപ്പിക്കാം. ശേഷം നമുക്കതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. അത് നമുക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ശേഷം 2 ടേബിൾ സ്പൂൺ സാബൂനരി നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ പാൽ തിളച്ച് വന്നിട്ടുണ്ട്. സാബൂനരി വേകാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ലോ ഫ്ലെയിമിലായി വെക്കാം. നമുക്ക് അടുത്ത ലെയർ തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ സേമിയം അത് 2 ഈക്വലായിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ നമുക്ക് ഇതിലേക്ക് ഇട്ട് വേവിക്കാം. ബാക്കി ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത ലെയർ ആക്കാൻ അത് ആവശ്യമുണ്ട്. സേമിയത്തിലേക്ക് നമുക്കിനി ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് റെഡ് ഫുഡ് കളർ യൂസ് ചെയ്യുന്നുണ്ട്. 2-3 ഡ്രോപ്സാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇത് റെഡിയായി. നമുക്ക് അടുത്ത ലെയറിലേക്ക് വേണ്ട സെയിം വെള്ളം ചൂടാക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച സേമിയം നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ആവശ്യത്തിന് പഞ്ചസാര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഗ്രീൻ ഫുഡ് കളറാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതും 2-3 ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാം. ഇനി നമ്മുടെ ഫലൂദ നമുക്ക് ഗ്ലാസ്സിൽ സെറ്റാക്കി എടുക്കാം. അതിനു വേണ്ടിയിട്ട് ഇതേപോലെ സ്ട്രോബെറി സിറപ്പ് ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്കിത് സെറ്റാക്കി എടുക്കാം. ആദ്യം ഞാൻ നേരത്തെ പുതർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കസ്കസ്, അത് ഇട്ട് കൊടുത്തു. ആദ്യത്തെ ലെയർ. നമുക്ക് രണ്ടാമത്തെ ലെയർ നമ്മുടെ ആ ഓറഞ്ച് കളറുള്ള സേമിയമാണ് എടുത്തിട്ടുള്ളത്. അതും ഇട്ട് കൊടുത്തു. ഇനി മൂന്നാമത്തെ ലെയർ ഗ്രീൻ സേമിയത്തിൻ്റെ അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നമ്മുടെ ആ പാലിൻ്റെ മിശ്രിതം കൂടി ഇതിലേക്ക്
ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ 4 ലെയർ ഇവിടെ ആയിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ ഞാൻ ഫ്രൂട്ട്സ് ആണ് വെക്കുന്നത്. നമുക്ക് ആപ്പിൾ ആദ്യം ഞാൻ ഇട്ടെടുത്തു, പിന്നെ മുന്തിരി, പിന്നെ കുറച്ച് പഴം, നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുങ്ങനെ ചോപ്പ് ചെയ്തെടുത്തതാണ്. പിന്നെ അനാറ്, ഉറുമാമ്പഴം പറയും. പിന്നെ വീണ്ടും ഞാൻ പാലിൻ്റെ ആ മിശ്രിതം ഒഴിച്ചു കൊടുത്തു. ഇനി ആദ്യം ചെയ്ത പോലെ തന്നെ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഫൈനലായിട്ട് ഞാനിവിടെ ഐസ്ക്രീമാണ് വെച്ചെടുക്കുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഐസ്ക്രീം യൂസ് ചെയ്യാം, അത് നിങ്ങളുടെ ചോയ്സാണ്. ഞാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് കാഷ്യൂനട്ടും ചെറിയും മുന്തിരിയും എല്ലാം മുകളിൽ വെക്കുന്നുണ്ട്. നമ്മുടെ അടിപൊളി റോയൽ ഫലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫലൂദ കഴിക്കാൻ ആരും കടയിൽ പോകേണ്ട, വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കിടുക്കാച്ചി വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ വരാം. ടാറ്റാ, ബൈ ബൈ.